ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു കാസറ്റ് മെക്കാനിസത്തിൻ്റെ, അതായത് ഒരു കാർ സ്റ്റീരിയോ മെക്കാനിസത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് വന്ന് 2 മാസത്തോളം ആയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാസറ്റ് മെക്കാനിസം എനിക്ക് കിട്ടി. ഇതിൻ്റെ ബാക്കിയുള്ള ബോർഡുകൾ, അതായത് ഹെഡ് ഫ്രീ ഉൾപ്പെടെയുള്ള ബോർഡുകളൊന്നും എനിക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ അതൊക്കെ കിട്ടിയതിന് ശേഷം ഞാനൊരു കാസറ്റ് ഡെക്ക്, അതായത് നമ്മുടെ ഒരു വിൻറ്റേജ് കാസറ്റ് ഡെക്ക് ഞാൻ അസംബിൾ ചെയ്യാനെ കൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞ് കാണിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ പാർട്സുകളും കാര്യങ്ങളൊക്കെ കിട്ടി. അത് കുറേ മേക്ക് ചെയ്തെടുത്തു. അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് ഞാനിപ്പോൾ ഒന്ന് നോക്കിയിട്ടുണ്ട്. കണക്ട് ചെയ്ത് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നിപ്പോൾ ഒരു ദിവസത്തെ ഒരു എന്താ പറയുക, ഒരു കഷ്ടപ്പാടല്ല. അന്ന് മുതൽ ഞാൻ ഈ സ്പെയറുകളൊക്കെ കിട്ടാനെ കൊണ്ട്, അതായത് മെക്കാനിസം എനിക്ക് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ പൽചക്രമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിട്ടണമായിരുന്നു. അതൊക്കെ മാറ്റി കിട്ടു. അതിൽ നിന്നും അടുത്തൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ് ഫ്രീ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പം ഒരു യൂണിവേഴ്സൽ ഒരു ടോൺ ബോർഡ്, അതായത് ഒരു BT ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതിനെ ഒരു ഹെഡ് ഫ്രീ രൂപത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ്. മാറ്റിയെടുത്തു. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ നമ്മളതൊന്ന് ട്യൂൺ ചെയ്തൊക്കെ എടുത്തൊന്ന് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഞാനൊന്ന് ഓൺ ചെയ്യുകയാണ്. അതായത് സംഭവം വർക്കിംഗ് ആണ്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഓഡിയോ ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു വിൻറ്റേജ് സെറ്റ് ഒന്ന് അസംബിൾ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. അതായത് ഹെഡ് ഫ്രീയുടെ കേസാണെങ്കിലും ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് അസംബിൾ ചെയ്ത് ഒരു ക്യാബിനിലേക്ക് ആക്കുക എന്നുള്ള ഒരു വലിയൊരു കടമയുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ചുകളൊക്കെയാണ്. ആ സ്വിച്ചുകളൊക്കെ ചെയ്യണം. പിന്നെ അതിൻ്റെ കട്ടിങ്സ്, കാര്യങ്ങൾ, അക്രിലിക് ഷീറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു വലിയൊരു വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട്. എന്തായാലും ചെയ്യും. എന്തായാലും ഇത്ര ആയില്ലേ, ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇതിപ്പം നല്ല വർക്കിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തായാലും ഒരു അസംബിൾ ചെയ്യുന്ന വീഡിയോ അത് നിങ്ങൾക്ക് പാർട്ടായിട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്തിടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ അത് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം പറ്റത്തുള്ളൂ. കാരണം നമുക്ക് സമയമെടുക്കും. എന്തായാലും ഇതെല്ലാം ചെയ്തു വരുമ്പോഴത്തേനും സമയമെടുക്കും. എന്തായാലും ഇത് ഇത്രയും നല്ല രീതിയിലൊന്ന് സക്സസ് ആയി കിട്ടിയതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഗുഡ് ബൈ.